Hi friends, welcome back. Xiaomi 13 Pro, Leica camera. ഈ ഒരു ക്യാമറ സെറ്റപ്പിന് ഇത് ഭയങ്കരമായിട്ട് പേര് കേട്ടൊരു ഫോണാണ്. കാര്യം കിഡിലൻ ഫോട്ടോസാണ് ഇതിൻ്റെ ക്യാമറ തരുന്നത്. ഇത് അപ്പടി അടിപൊളിയാണ് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ഈ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ അല്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ 4-5 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഉറപ്പായിട്ട് എനിക്കൊരു കാര്യം ഉറപ്പായി. അതായത് ക്യാമറയ്ക്ക് ഇവൻ അടിപൊളിയാണ്, എന്നാലും നിങ്ങൾക്കിത് വേണ്ട എന്ന് തന്നെ തീരുമാനിക്കാൻ സാധ്യതയുള്ള ചില പോരായ്മകൾ ഈ ഫോണിലുണ്ട്. സോ എന്തൊക്കെയാണ് ആ പോരായ്മകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ, പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെ ഒരു വീഡിയോ ആണത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ, പ്രോസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒരു 5 കാര്യങ്ങളാണ്. നമ്പർ 1, ലൈക്ക ക്യാമറ അടിപൊളി പെർഫോമൻസ് ആണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിലാവട്ടെ, ആർട്ടിഫിഷ്യൽ ലൈറ്റിലാവട്ടെ, ഹ്യൂമൻ സബ്ജക്റ്റ് ആവട്ടെ, ലാൻഡ്സ്കേപ്പ് ആവട്ടെ, എന്ത് തരം സംഗതികളായാലും അടിപൊളി ഇമേജുകളാണ് തരുന്നത്. ലൈക്ക ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഈ ഒരു ക്യാമറ UI നമ്മൾ ഓൺ ചെയ്യുമ്പോൾ മുകളിൽ ലൈക്ക ഒതന്റിക് എന്നും വൈബ്രന്റ് എന്നും 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഇച്ചിരി കളർ കൂടിയ ലെവലിൽ കാണാൻ സാധിക്കും വൈബ്രന്റിൽ. ഒതന്റിക് എന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ കുറച്ചും കൂടിയും കളർ കുറഞ്ഞ രീതിയിലായിരിക്കും കിട്ടുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോൺ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ടായാലും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ലൈക്കയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുകളുള്ള ഫോട്ടോസ് എടുക്കാനുള്ള സംവിധാനം അതും വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടലി ഇതിൻ്റെ ക്യാമറ എങ്ങനെ നോക്കിയാലും നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളാണ് തരുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവരുടെ ഈ ക്യാമറ സെറ്റപ്പിൽ പറയപ്പെടുന്നത് വേറെ 2 കാര്യങ്ങളാണ്. പോർട്രേറ്റും മാക്രോ ഷോട്ടുകളും. പോർട്രേറ്റ് നിങ്ങളിവിടെ കാണുന്ന പോലെ അടിപൊളിയായിട്ടുള്ള പോർട്രേറ്റ് ഇമേജുകൾ നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ഇമേജുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. വളരെ നന്നായിട്ട് ഇതിനെടുക്കാൻ സാധിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് എന്ന് പറയാം ഈ ഒരു കാര്യത്തിൽ. മാക്രോ ഷോട്ടുകളും ഒട്ടും തന്നെ മോശമല്ല, അടിപൊളി ക്വാളിറ്റി. വീഡിയോയിൽ 4K 30, 60 ഒക്കെ എടുക്കാം, 8K 24 വരെ എടുക്കാം. വീഡിയോ ക്വാളിറ്റിക്കൊന്നും ഒരു വിഷയമില്ല. ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലായാലും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ടോട്ടലി ഇതിൻ്റെ മെയിൻ ക്യാമറയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഹൈലൈറ്റ്. ഞാനിത് കൂടുതൽ പറയുന്നില്ല, കാരണം ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഒരുപാട് ക്യാമറ റിവ്യൂകൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും അത് ഞാൻ എഗ്രി ചെയ്യുന്നു. നന്നായിട്ടുണ്ട്. ഈ 4-5 ദിവസത്തെ എക്സ്പീരിയൻസിൽ ഗ്രേറ്റ് ക്യാമറ സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആവുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കെർവ്ഡ് ഡിസ്പ്ലേ ആണ്. 6.73 ഇഞ്ച് വരുന്ന 10 ബിറ്റ് കളർ ഡിസ്പ്ലേ ആണ്. E6 AMOLED ഡിസ്പ്ലേ. അത് 2K ഡിസ്പ്ലേ കൂടിയാണ്, Quad HD ഡിസ്പ്ലേ കൂടിയാണ്. വിഷ്വൽ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നവുമില്ല. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ. 1900 നിന്റെ ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് അടക്കം വരുന്നുണ്ട്. LTPO 3.0 സപ്പോർട്ടാണ് വരുന്നത്. ബാറ്ററി ലൈഫിലൊക്കെ വളരെ നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതും ഡീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ യൂട്യൂബിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെ വേണമെങ്കിലും HDR, ഡോൾബി വിഷൻ എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ഉണ്ട്. സോ നോ വറീസ്. ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസിന് കിട്ടുന്നത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാറ്ററി സെറ്റപ്പാണ്. അടിപൊളി ബാറ്ററി സെറ്റപ്പാണ്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്, 10 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്, ഇങ്ങനെ എല്ലാതരം ചാർജിങ് സെറ്റപ്പ് അടങ്ങുന്ന നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ്. 4820 mAh ആണ് ബാറ്ററി വരുന്നത്. ബാറ്ററി ലൈഫിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. 10-20-30 മിനിറ്റ് ഇടയിൽ തന്നെ 0 to 100% തന്നെ ചാർജ് ആവും. സോ ബാറ്ററി ചാർജിങ് സ്പീഡിൽ ഒരു വിഷയമില്ല. വയർലെസ് ചാർജിങ്ങും 50 വാട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ബാറ്ററി സെറ്റപ്പ് അടിപൊളിയാണെന്ന് പറയാം. ഇനി നാലാമത്തെ അടിപൊളി സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് ആണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സറാണ്. ഇത് വെച്ച് വന്നിട്ടുള്ള എല്ലാ ഫോണുകളിലും മികച്ച പെർഫോമൻസ് ഉണ്ട്. ഇവിടെയും അതുണ്ട്. നോർമൽ യൂസ് ആയാലും ഗെയിമിംഗ് ആയാലും ഒക്കെ അതിഗംഭീരമായ പെർഫോമൻസ്. ഓവർ ഹീറ്റിംഗ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതായിട്ട് എനിക്ക് അറിവില്ല. ഓവറോൾ ഗ്രേറ്റ് കണ്ടീഷനാണ്. ഓവർ ഹീറ്റിങ്ങിന്റെ പ്രശ്നമേ വന്നില്ല ഈ 4-5 ദിവസം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയപ്പോഴും. ഒരു ചെറിയ വാമുണ്ട്, അത് നോർമലി ഫോണുകളിൽ കാണുന്ന ഒരു ചെറിയ ചൂടാവലുണ്ട് എന്നല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ടാവാം. ഡീസൻറ്റ് കണ്ടീഷനാണ്. പെർഫോമൻസ് ഓക്കെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ നാലാമത്തെ പ്രധാന ഹൈലൈറ്റ്. ഇനി അഞ്ചാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിലത്തെ ഒരു ഹൈലൈറ്റഡ് സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ ആണ്. ഏതൊരു പ്രീമിയം ഫോൺ നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, ഒരു ശരിക്കുള്ള പ്രീമിയം ഫോണുകളുടെ ഒരു ഇൻഹാൻഡ് ഫീൽ, അത് തീർച്ചയായിട്ടും ഈ ഫോൺ തരുന്നുണ്ട്. സാധാരണഗതിയിൽ പലപ്പോഴും ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ചില ഫോണുകൾക്കൊന്നും അത്രയും ഒരു ഇൻഹാൻഡ് ഫീൽ വരാറില്ല. ബട്ട് ഇതിന് തീർച്ചയായിട്ടും വരുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോഴും കൊണ്ട് നടക്കുമ്പോഴും ഒക്കെ ഒരു പക്ക പ്രീമിയം ഫോൺ കയ്യിൽ പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രീമിയം സംഗതിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നല്ലൊരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കേസ് ഇടാതെ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു വിഷയം കാര്യമായിട്ട് വരാനുള്ളൂ. കേസ് ഇട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയായാലും ഒരേപോലെ തന്നെയായിരിക്കും. പിന്നെ ഇതിന്റെ പ്രൊട്ടക്ഷൻ, ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സെറാമിക് ആണ് ബാക്കിൽ. ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റിക്കൊന്നും പ്രശ്നമില്ല. ഇന്ത്യൻ വെർഷന് IP റേറ്റിംഗ് ഒന്നും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉണ്ടായാലും വലിയ ഗുണമൊന്നുമില്ല കാര്യം അറിയാലോ. വെള്ളം കയറി കഴിഞ്ഞാൽ കയറാൻ സാധ്യതയുണ്ട്, കയറി കഴിഞ്ഞാൽ അതിന് വാറണ്ടി കിട്ടുകയില്ല. സോ ആ റേറ്റിംഗ് ഇല്ല.
അൺഒഫീഷ്യൽ ആയിട്ടുണ്ടെന്ന് പറയാം. കാരണം ഔട്ട്സൈഡൊക്കെ ഇന്ത്യയുടെ പുറത്തൊക്കെ ഇതിന് IP റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സേഫ് ആണെന്ന് വിചാരിക്കാം. പിന്നെ 5G 10-16 5G ബാൻഡ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.3, NFC, Wi-Fi 7 എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക്, ഇയർ പീസ് കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. സോ ഇതിന്റെ പ്രധാനപ്പെട്ട നല്ല വശങ്ങളായിട്ട് തോന്നിയ 5 പ്രധാന ഘടകങ്ങളും മറ്റ് ചെറുകിട കുറേ സംഭവങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഇതിന്റെ പോരായ്മകൾ, അതായത് ഈ ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് വരെ തീരുമാനിപ്പിക്കുന്ന ആ പോരായ്മകളിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ ഘടകം ഇതിന്റെ സെൽഫി ക്യാമറയാണ്. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു നല്ല ക്വാളിറ്റി ഇമേജുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെയായാലും 80,000 രൂപയുടെ ഒരു ഫോണിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി ഇതല്ല, ഇത് പോരാ എന്നുള്ളതാണ് എനിക്ക് ഫ്രാങ്ക്ലി തോന്നിയിട്ടുള്ള ഒരു കാര്യം. വീഡിയോയിലാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ 80,000 രൂപയുടെ ഫോണായിട്ട് പോലും ഒരു 4K കൊടുത്തിട്ടില്ല. ഉള്ള ഫുൾ HD ചില സമയങ്ങളിൽ ഇതുപോലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ തരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ഒരു ക്വാളിറ്റി കിട്ടാറുമില്ല. സോ ഇത് എത്രത്തോളമാണ് ഈ ഒരു ഇഷ്യൂ, ഇത് സെൽഫി ക്യാമറ പോരാന്ന് ഞാൻ പറയുമ്പോൾ ഇത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വേറൊരു ഫോണുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കാണിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജുകൾ, സെൽഫി ഇമേജുകൾ കണ്ടോ? ബാക്ക്ഗ്രൗണ്ടിലെ വിഷ്വൽസ് ഒക്കെ നന്നായിട്ട് കാണാം ഈ രണ്ടാമത്തെ ഫോണിൽ. എന്നാൽ 13 Proയിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല, മൊത്തം വാഷ്ഡ് ഔട്ട് ആണ്. ഇത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ വന്നാലും ആ ഒരു ഓവറോൾ ക്വാളിറ്റി നമുക്ക് കാണാനില്ല Xiaomi 13 Proയുടെ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയിൽ. ഇത് മാത്രവുമല്ല വീഡിയോയിലും ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ പറഞ്ഞില്ല എല്ലാ സമയത്തും നല്ല ക്വാളിറ്റി വീഡിയോ കിട്ടുന്നില്ല എന്ന്. ഇവിടെ കാണാം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വാഷ്ഡ് ഔട്ട് ആണ് Xiaomi 13 Proയിൽ. അതായത് HDRന്റെ ഒരു മികച്ച പെർഫോമൻസ് ഇത്തരം പ്രൈസ് സെഗ്മെന്റിലുള്ള ഫോണുകളിൽ കാണേണ്ടതാണ്. അതിവിടെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിഷയം. വരും സമയങ്ങളിൽ ഒരു പക്ഷേ ഫിക്സ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴേക്ക് ഒരു നല്ല ക്യാമറ ഫോൺ എന്ന് കരുതിക്കൊണ്ട് നിങ്ങളിത് എടുക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ മെയിൻ ക്യാമറ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. പക്ഷേ സെൽഫി ക്യാമറ വരുമ്പോൾ മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫ്രാങ്ക്ലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഒരു സെൽഫി ക്യാമറയുള്ള ഫോണിനെ നിങ്ങൾ എങ്ങനെ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് പറയും? ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ UI ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഷവോമിയുടെ ഗ്ലാൻസ്, വാൾപേപ്പറുകൾ മാറി മാറി വരുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ കാണുക, അതേപോലെ ഗെറ്റ് ആപ്പ് പോലുള്ള പരസ്യ സംഭവങ്ങൾ ഇതിനകത്ത് കാണുക. അതൊന്നും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ റേഞ്ചിൽ വരുമ്പോൾ അത്ര സുഖമുള്ള കാര്യങ്ങളല്ല. നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം എമൗണ്ട് നമ്മൾ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരിക. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നില്ല. ഈ ഗെറ്റ് ആപ്പും അതിൻ്റെ കുറേ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് ശരിക്കും വെറുത്തു. ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഡീസൻ്റായ രീതിയിലേക്ക് മാറിയത്. സോ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാമായിരുന്നു ഷവോമിക്ക്. ഇനി ഇതിൻ്റെ പോരായ്മകളിൽ മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, OS അപ്ഡേറ്റ് 3 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ OS അപ്ഡേറ്റ്, മറ്റേത് 5 വർഷമുണ്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്. 5 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എങ്കിൽ പോലും മറ്റ് പല ബ്രാൻഡുകളും 4 വർഷവും അതിൽ കൂടുതലും കൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഇവർക്കും അത് ചെയ്യാമായിരുന്നു. ഉള്ളത് ഓക്കെയാണ് കേട്ടോ, 3 വർഷം തന്നെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. 4 ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഗംഭീരമായേനെ. അതാണ് മൂന്നാമതായിട്ട് എനിക്ക് ഒന്നും കൂടി നന്നാവുമായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പോരായ്മയുടെ ഭാഗത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ഈ 3-4 ദിവസം കൊണ്ട്. കൂടുതൽ ഉപയോഗിച്ച് വരുമ്പോൾ എന്തൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ കയ്യിലുണ്ട് ഈ ഫോൺ. ഓവറോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് ഇപ്പോഴേക്ക് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, നിങ്ങൾക്ക് തോന്നിയതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. 13 Pro എന്ന ഈ ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. രണ്ടാമത് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ നെഗറ്റീവ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ സെൽഫി ക്യാമറ സീരിയസ് ആയൊരു കാര്യമാണ്. ചിന്തിച്ച് നോക്കുക, നല്ല രീതിക്ക് ഒന്നിലധികം റിവ്യൂസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. കാരണം ₹80,000 ആണ് എണ്ണിക്കൊടുക്കുന്നത്. അതിന് ശേഷം വിഷമിച്ചിട്ട് കാര്യമില്ല. സോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യുക. എടുത്തവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.